നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റാഗ്നൻസി ആണ് ഫേസ് ചെയ്യണത്. ഇതോടെ നിങ്ങൾക്ക് കുറെ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ടൈം ആയിരിക്കും. പക്ഷെ ഈ ഡിലേ ഉണ്ടാവുന്നത് അത് വെറുതെ അല്ല, എന്തോ അതിലൊരു കാരണമുണ്ട്. ഇത് ഞാൻ കാണുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിൽ അലൈൻ ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണ് ഇത് എക്സാക്ട്ലി വരാൻ പോണതെന്ന് നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ. അപ്പൊ കറണ്ട് എനർജി ഞാൻ കാണുന്നത് 7 ഓഫ് വാൻഡ്സ്. പറഞ്ഞ പോലെ കുറെ ബ്ലോക്സ് ഉണ്ട്, കുറെ ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ എപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് പോവാൻ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരും, ഇല്ലാച്ച തടസ്സം വരും. അതുകൊണ്ട് നിങ്ങളുടെ എനർജി തന്നെ ലോ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരണ ഓപ്പർച്യൂണിറ്റീസും ശരിയായി നടക്കാത്തതുകൊണ്ട് നിങ്ങൾ കുറെ ഒരു ലോ എനർജിയിലാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും നിങ്ങൾ അതിനെ അത്ര കാര്യമാക്കണില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇത് വർക്ക് ആവില്ല, എന്തായാലും ഇതിന്റെ മുമ്പേ ഒന്നും ആയിട്ടില്ലല്ലോ, അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ആവുക. അപ്പൊ അത് പറഞ്ഞിട്ട് ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ വിട്ടുപോയി, ചിലതൊക്കെ നിങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അസ്യൂം ചെയ്യാൻ തുടങ്ങി അത് ഇങ്ങനെ തന്നെയാണ് എൻ്റെ കരിയറിൽ ഇപ്പൊ നടക്കുന്നത്, അപ്പൊ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റാഗ്നൻസി, ഈ ബ്ലോക്ക് വന്നിരിക്കണേ, അത് ആക്ച്വലി ഒരു ബ്ലോക്ക് ആയിരുന്നില്ല. ഇവിടെ ഞാൻ ഒരു സമയത്തിന്റെ എനർജി കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ശരിയായ സമയത്ത് എല്ലാം നിങ്ങളുടെ ലൈഫിൽ അലൈൻ ആവും. ശരിയായ സമയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. പക്ഷെ ചിലവർക്ക് അത് വെയിറ്റ് ചെയ്യാനുള്ള കുറച്ചൊരു പേഷ്യൻസ് കുറവൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് വരുന്നുണ്ടാവും. ഞാൻ കാണുന്നത് ഈ സമയം നിങ്ങൾക്ക് ആക്ച്വലി ഇന്റേർണലി വർക്ക് ചെയ്യാനാണ് യൂണിവേഴ്സ് ഈ സമയം വേണിച്ചിട്ട് ഉണ്ടാക്കിക്കണേ. നിങ്ങൾ ഇന്റേർണലി നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയം. നിങ്ങളുടെ വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാണ്ട്, ഇല്ലച്ച വേറെ ഹോബീസ് പെർസ്യൂ ചെയ്യാണ്ട്, വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാണ്ട്, അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാനുള്ള ഇതൊരു നല്ല സമയമാണ്. അതിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു ബ്ലോക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഡിലേ ക്രിയേറ്റ് ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് എന്തോ ഒരു റിയലൈസ് ആവണം, എന്തോ ഒരു ഉള്ളിൽ നിന്ന് മാറ്റം വരണം. അതുകൊണ്ടാണ് ഈ ഡിലേ വന്നിരിക്കണേ. ഞാൻ ഇവിടെ കാണുന്നത് ആ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കാര്യങ്ങൾ ഇപ്പൊ മൂവ് ചെയ്യാത്തത്. ഈ ക്ലാരിറ്റി എന്താ വെച്ചാ, ചിലവർക്ക് ഒരു കരിയറിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല, അതെനിക്ക് ഇപ്പൊ അടുത്തത് എന്താ ചെയ്യണ്ടെന്ന്. ചിലവർക്ക് കുറെ ജോബ്സിൽ അപ്ലൈ ചെയ്യണ്ട, പക്ഷെ ഒന്നും ശരിയാവണില്ല. അപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എക്സാക്ട്ലി ക്ലിയർ ആയി നമ്മളെ മനസ്സിൽ പ്ലാൻ വെച്ചാല് അതുമാതിരി മുമ്പോട്ടേക്ക് പോകലൂ. കൺഫ്യൂഷൻ ഉണ്ടായിട്ട് മുമ്പോട്ട് പോയാൽ അത് ഒരിക്കലും വർക്ക് ആവില്ല. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു കാര്യം പുറത്തു വരാണ്ട്. ചിലവർക്ക് ഇത് നിങ്ങളുടെ ട്രൂ കരിയർ പാത്തിൽ കൊണ്ടുപോകാനായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ ആ കരിയറിൽ ഹാപ്പി ആയിരിക്കില്ല, പക്ഷെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലച്ച ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ആ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതല്ല ഇവിടെ എന്തോ വേറൊരു ഡെസ്റ്റിൻഡ് ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡൈവേർഷൻ ഇല്ലച്ച ഒരു ബ്ലോക്ക് വന്നിരിക്കണേ. ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ കാര്യങ്ങൾ ഒരു വേറെ തരത്തിൽ നോക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ എവിടെയെങ്കിലും ജോബിന് അപ്ലൈ ചെയ്തു. ഞാൻ എൻ്റെ തന്നെ ഒരു സിറ്റിയിൽ ആണ് അപ്ലൈ ചെയ്യണത്, പക്ഷെ കുറച്ച് നമ്മളെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പുറമെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ചിലപ്പോൾ അത് നമ്മൾക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യും. അതല്ല വെച്ചാൽ നമ്മള് ഒരു തരത്തിലൊരു ടൈപ്പ് ഓഫ് ജോബിലായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കുറച്ചുകൂടിയും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ എവിടെയോ ഇവിടെ ഞാനൊരു ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ ഡിഫിക്കൾട്ട് സമയം തീരാൻ പോകുന്നുണ്ട്. എവിടെയോ നിങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഡിഫറെൻ്റ് ആയി അപ്രോച്ച് യൂസ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ
ജോബ് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ചിലവർ ഒരു തരത്തിലായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ കുറച്ച് സി വിയിൽ ചേഞ്ചസ് കൊണ്ടുവന്ന ചിലപ്പോൾ നമ്മൾക്ക് അതൊരു ഹെൽപ്പ് ആവും. അതല്ല വെച്ചാൽ ഒരു വേറെ ഡിജിറ്റൽ ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അതൊരു നല്ല ഒരു ചേഞ്ച് ആവും. അതിന് നമ്മൾക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പോൾ ഇവിടെ പോയിന്റ് എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യണത് അത് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്യണ മാതിരി ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് എന്തെങ്കിലും ഒരു പുതിയ തരത്തില് നിങ്ങൾ ഇതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫ് എല്ലാത്തിലും ഒരു സ്റ്റേബിൾ എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ ഈ ഡിഫിക്കൾട്ട് സമയം വേഗം ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല വെച്ചാൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഡയറക്ഷൻ കൊണ്ടുവരുത്തും. ഞാൻ കാണുന്നത് എന്തോ ഒരു ചോയ്സ് ആണ് വരാൻ പോണത് നിങ്ങൾക്ക്. ഈ ചോയ്സ് കുറച്ചൊരു ഡിഫിക്കൽട്ട് ചോയ്സ് ആയിരിക്കും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ മുമ്പേ നിങ്ങൾ ചെയ്യണ മാതിരി ഒരു ഓപ്ഷൻ ആയിരിക്കും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു പുതിയത് ആയി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടാൻ പോകുന്നുണ്ട്. ചിലവർക്ക് ഇതൊരു പുതിയ റോൾ ആയിരിക്കാം, പുതിയ ജോബ് ആയിരിക്കാം. നിങ്ങൾക്ക് അതിലാണ് കൂടുതൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അത് ഞാൻ ഇതുവരെ ചെയ്യണ പോലെ ഒരു ജോബ് അതാണോ ചെയ്യണ്ടേ, അതല്ല വെച്ചാൽ ഇതൊരു പുതിയ റോളാണ്, പുതിയ റെസ്പോൺസിബിലിറ്റി ആണ്, ഒരു പുതിയ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതെനിക്ക് ശരിയാവോ? ഈ ജഗ്ലിംഗ് ആണ് ഞാൻ കാണുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല ഇത് ചെയ്യണോ വേണ്ടേന്ന്. ബട്ട് ഞാൻ കാണുന്നത് യൂണിവേഴ്സ് ഇവിടെ എന്തോ ഒരു പുതിയ ഓപ്ഷൻ, പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങള് എത്രയും കൺഫ്യൂസ്ഡ് ആയിരിക്കണോ അത്രയും നിങ്ങളുടെ ഈ സ്റ്റാഗ്നൻസി കൂടും. ബോൾഡായി ഡിസിഷൻ എടുക്കാന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തു പോകുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസസ് വരുള്ളൂ. ആ സെയിം കംഫർട്ട് സോണിൽ നിങ്ങൾ സ്റ്റക്കായി പോയാൽ നിങ്ങളുടെ ലൈഫും അതുപോലെ തന്നെ ഒരു സൈക്ലിക്കൽ ഫോമിലാണ് പോവുക. അപ്പൊ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ ഹിന്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തോ ഒരു പുതിയ എനർജി വരാൻ പോകുന്നുണ്ട്. അതിനെ എംബ്രേസ് ചെയ്യാനാണ് ഇവിടെ പറയണത്. നിങ്ങളുടെ ഡെസ്റ്റിനി എവിടെയോ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഡെസ്റ്റിനി ചേഞ്ച് ഉണ്ടാവുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയെ തരാൻ പറ്റുള്ളൂ. ആക്ഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അത് ഓട്ടോമാറ്റിക്കലി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾക്ക് തന്നെ ആ ആക്ഷൻ എടുത്തിട്ടാണ് നമ്മൾക്ക് നമ്മളുടെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ബട്ട് നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി കൊണ്ട് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഡെസ്റ്റിനി, അത് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറെ കോൺഫ്ലിക്റ്റഡ് ആണ്. ഞാനിവിടെ കാണുന്നുണ്ട്, മനസ്സിൽ കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇത് ചെയ്യണോ വേണ്ടേ, ഇതെനിക്ക് ശരിയാവോ ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കുറച്ചൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. പക്ഷെ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട മാതിരി നിങ്ങളുടെ കരിയറും മുമ്പോട്ടും പോകും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു റിസ്ക് എടുക്കേണ്ടി വരും. കംഫർട്ട് സോണിന് കുറച്ച് പുറത്ത് പോകേണ്ടി വരും. കംഫർട്ട് സോണിന് വിട്ടിട്ട് എന്തോ ഒരു പുതിയ അപ്രോച്ച്, ഇല്ലെച്ചൊരു പുതിയ ജോലി, ഇല്ലെച്ചൊരു പുതിയ പ്രൊഫൈൽ, എന്തോ ഒരു പുതുമ ഉണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് എംബ്രേസ് ചെയ്യേണ്ടി വരും. അത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലും ഒരു ചേഞ്ച് വരിക. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് യു ആർ റെഡി. അപ്പൊ ഇതൊരു ക്ലിയർ മെസ്സേജ് ആണ്. യു ആർ റെഡി എന്ന് യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം വെക്കേണ്ട, ബോൾഡായിട്ട് മുമ്പോട്ട് പോവാ. ഞാൻ കാണുന്നത് ഇവിടെ കുറെ സക്സസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ പേടിക്കാനൊന്നുമില്ല. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്, കരിയറിന് വേണ്ടി. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.